15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. Neetu's Study Abroad. Someone who is very cute and beautiful, who is very matured and bold. Meenakshi Anup. മീനാക്ഷി എഴുതുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതും ഒക്കെ ഈ ഒരു സോഷ്യൽ മീഡിയ ത്രൂ ആണ്. അപ്പൊ മീനാക്ഷിക്ക് എപ്പോഴെങ്കിലും പേടി തോന്നിയിട്ടുണ്ടോ? അതിലിപ്പോ പേടിക്കാൻ മാത്രമൊന്നുമില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മൾ പറയുന്നതിനോട് യോജിക്കാൻ പറ്റിയില്ലെങ്കിൽ ശ്രേയക്കുട്ടിയുടെ കൂടെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. വി ആർ ഗെറ്റിംഗ് ഓൾഡ് എന്ന് പറഞ്ഞു. അതിന്റെ താഴെ മീനാക്ഷി കൊടുത്തിരിക്കുന്ന ഒരു റിപ്ലൈ ആണ്, തന്റേതല്ലാത്ത കാരണത്താൽ വലുതായ രണ്ട് വ്യക്തികളെന്ന്. ഞാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് ടോപ്പ് സിംഗർ വന്നു ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ആ സമയം തൊട്ട് മധുവങ്ങളാണ് എനിക്ക് സെർലാക്ക് വാങ്ങിത്തരാം. 13 വയസ്സിൽ സെർലാക്ക് കഴിക്കും. എന്റെ 20 വയസ്സിലും മധുവങ്ങളാണ് എനിക്ക് സെർലാക്ക് വാങ്ങിത്തരാം. വിന്യാന്റെ വരുമ്പോഴേ എനിക്ക് ഫുഡ് ഓർമ്മ വരും. പിന്നെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് പലാപ്പഴം. തമിഴില് പലാപ്പഴം എന്നാ പറയാ. ഇങ്ങോട്ട് നല്ല ഈച്ച വന്നിരുന്ന പലാപ്പഴം. അങ്ങനെ ഒരു കൊതി ഞാൻ എവിടെയും കേട്ടിട്ടില്ല. പേടി ഉണ്ടായിരുന്നു ലാലേട്ടന്റെ കൂടെ അഭിനയിക്കാൻ? അത് 2 ദിവസം ഉണ്ടാവും, പക്ഷെ 3-ാമത്തെ ദിവസം അത് മാറും. 3-ാമത്തെ ദിവസം നമുക്ക് ഭയങ്കര എന്റെ അങ്ങനെ ഭയങ്കരമായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മൊമെന്റ് പറയാൻ പറ്റുമോ? അതുകൂട്ടനുണ്ടായത് എനിക്കെന്തോ ഒരു കുഞ്ഞുണ്ടായ പോലെ ഒരു എഫക്റ്റ് ആണ്. ആരെയും ഏറ്റവും ഇഷ്ടം എന്ന് അവൻ ചോദിക്കുമ്പോ ഞാനാ ചോദിക്കുന്നേ ചേച്ചി ഞാൻ മധുവങ്ങളോട് തരും, മധുവങ്ങൾ എനിക്ക് തരാണ്ട് കഴിച്ചില്ലേ കുനാഫ, എനിക്കും കുനാഫ വേണം. അപ്പൊ ഞാനിത് ആന്റിയെ വിളിച്ചു പറഞ്ഞു, ഇത് കണ്ടോ മധുവങ്ങൾ എനിക്ക് കുനാഫ തന്നില്ല. എന്നെ ആന്റി വിളിച്ചിട്ട് നീ കാറിന്റെ അടുത്തോട്ട് ഒരു സർപ്രൈസ് ഉണ്ട് പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കുമ്പോ ഒരു വണ്ടി നിറച്ച് കുനാഫ. എനിക്ക് ആ കമന്റ് കാണിച്ചത് ഏതാന്നറിയാം, നമ്മുടെ കൊപ്രയുടെ മണമുള്ള പെർഫ്യൂം എന്ന് പറഞ്ഞിട്ട് അത് കാണാൻ ഓർത്തേ വന്നേക്കാ. ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദി ഷോ. ദിസ് ഇസ് മീ കാജൽ റിഷാദ്. ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റ് എന്ന് പറയുന്നത് someone who is very cute and beautiful, someone who is very matured and bold. That is മീനാക്ഷി അനൂപ്. മീനാക്ഷി, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഒച്ചടിച്ചു പോയതിന്റെ ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ. ഞങ്ങൾ ആക്ച്വലി ഇന്ന് മീനാക്ഷിയുടെ വീട്ടിൽ വന്നിട്ടാണ് ഇന്റർവ്യൂ എടുക്കുന്നത്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ആംബിയൻസിലുള്ള ഒരു വീടാണ്. നല്ല രസമുണ്ട് ഇവിടെ. ആണോ? നല്ല രസമുണ്ട്. ഞാൻ നമ്മുടെ മീനാക്ഷിയുടെ വ്ലോഗിലൊക്കെയാണ് ഇത് മെയിൻലി കണ്ടേക്കുന്നത്. എന്നാലും ഫുള്ളായിട്ട് കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അങ്ങനെ ഇതുവരെ കാണിച്ചിട്ടില്ല മൊത്തത്തില്. ഓക്കെ ഓക്കെ. ആക്ച്വലി എനിക്ക് ഇന്റർവ്യൂ എടുക്കണം എന്ന് തോന്നാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് മീനാക്ഷി കൊടുത്ത ഒരു ഇന്റർവ്യൂല് ഭയങ്കര മെച്ചുവേർഡ് ആയിട്ട് സംസാരിക്കുന്ന ഒരു മീനാക്ഷിനെ നമ്മൾ കണ്ടു. അത് ഞാൻ ഭയങ്കര മെച്ചുവേർഡ് ആയിട്ട് സംസാരിച്ചല്ല. ഞാൻ അങ്ങനെ ഇന്റർവ്യൂസ് ഒന്നും അങ്ങനെ ഒരുപാട് ഇന്റർവ്യൂസ് ഒന്നും എന്റെ വന്നിട്ടില്ല. അപ്പൊ ചിലപ്പം എന്റെ വളരെ കുഞ്ഞിലെയാണല്ലോ മൂവീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അപ്പോഴത്തെ സംസാരവും ഇപ്പോഴത്തെ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും, അത്രേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര മെച്ചുവറിറ്റി എത്തുന്നത് അങ്ങനെയൊന്നും ഇല്ല. ഇല്ലില്ല, ശരിക്കും ഒരു ടീനേജിൽ സംസാരിക്കുന്ന ഒരു കുട്ടി സംസാരിക്കുന്നതിലും ഭയങ്കര അടിപൊളിയായിട്ടാണ് മീനാക്ഷി സംസാരിച്ചത്. സന്തോഷം. എങ്ങനെയാണ്, കാരണം ഇപ്പോ സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണല്ലോ. അപ്പം മീനാക്ഷി എഴുതുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതും ഒക്കെ ഈ ഒരു സോഷ്യൽ മീഡിയ ത്രൂ ആണ്. അപ്പൊ മീനാക്ഷിക്ക് എപ്പോഴെങ്കിലും പേടി തോന്നിയിട്ടുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറയുമോ? കാരണം ചെറിയ വായിൽ വലിയ വർത്താനം പറയുവാണല്ലോ എന്നൊക്കെയുള്ള ആരെങ്കിലും പറയുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം നമ്മൾ അങ്ങനെ പേടിക്കേണ്ട ഒരു സ്പേസ് ഒന്നും അല്ല സോഷ്യൽ മീഡിയ എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ വളരെ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണ്. ഇപ്പം സോഷ്യൽ മീഡിയ കൊണ്ട് നമുക്കൊക്കെ ഭയങ്കര ഗുണം ഉണ്ടായിട്ടുള്ളൂ. കാരണം നമുക്കൊരു കാര്യം പുറത്തേക്ക് അറിയിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും ഓഡിയൻസ് നമുക്കുണ്ട്, അത് കേൾക്കാൻ നമ്മൾ പറയുന്നത് കേൾക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതിലിപ്പോ പേടിക്കാൻ മാത്രമൊന്നുമില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മൾ പറയുന്നതിനോട് യോജിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരത് അറിയിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതിന് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നും തോന്നുന്നില്ല. ഓക്കെ ഓക്കെ. അതുപോലെ മീനാക്ഷി കൊടുക്കുന്ന കമന്റ്സ് അല്ലെങ്കിൽ ക്യാപ്ഷൻസ്, ചില കമന്റ്സിന് റിപ്ലൈ ചെയ്യുന്നത്, ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കോൺവെർസേഷൻസ് ആവാറുള്ള കാര്യങ്ങൾ. FB-ലും ആണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിൽ. ഇപ്പൊ ഞാൻ ലാസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശ്രേയക്കുട്ടിയുടെ കൂടെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. വി ആർ ഗെറ്റിംഗ് ഓൾഡ് എന്ന് പറഞ്ഞു. അതിന്റെ താഴെ മീനാക്ഷി കൊടുത്തിരിക്കുന്ന ഒരു റിപ്ലൈ ആണ്, തന്റേതല്ലാത്ത കാരണത്താൽ വലുതായ രണ്ട് വ്യക്തികളെന്ന്. അതെ, എങ്ങനെ
സാധിക്കുന്നത്. ഞങ്ങൾക്ക് ഇഷ്ടമല്ല വലുതാവണത്. ഞാനും ശ്രേയും ഏകദേശം ഒരേ സമയത്ത് ഫീൽഡിലേക്ക് വരുന്ന ആൾക്കാരാണ്. അപ്പം എന്നോ ഞാൻ എന്റെ ആ പാട്ടിലൂടെ, ഞാൻ അമർ അക്ബറിന് മുന്നേ മൂവീസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എന്നെ എല്ലാവർക്കും അറിയുന്നത് ഞങ്ങളുടെ പാത്തു എന്നുള്ളൊരു ഇതിലാണ്. അപ്പം അതിൽ എനിക്ക് വേണ്ടി ശ്രേയാണ് പാടിയിരിക്കുന്നത്. പിന്നെ ഞാൻ ചെയ്ത മിക്ക മൂവീസിലും ശ്രേയാണ് എനിക്ക് വേണ്ടി, മിക്ക എന്നല്ല അത്യാവശ്യം എല്ലാ സിനിമയിലും, മലയാളത്തിൽ ഒപ്പത്തിലാണെങ്കിലും കന്നഡ ചെയ്തപ്പോഴാണെങ്കിലും ഒക്കെ ശ്രേയാണ് എനിക്ക് വേണ്ടി പാടിയിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഒന്നിച്ച് ഫീൽഡിലേക്ക് വന്ന ആൾക്കാരാണ്. ഞാനും ശ്രേയ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ എന്നും കോൺവെർസേഷൻ ഉള്ള ആൾക്കാരല്ല, എന്നും വിളിച്ച് സംസാരിച്ച് അങ്ങനത്തെ ആൾക്കാരല്ല. പക്ഷെ ഞങ്ങൾ എപ്പോൾ കാണുന്നോ അപ്പോൾ അന്ന് എവിടുന്ന് നിർത്തിയോ അവിടുന്ന് പിന്നെ തുടങ്ങാൻ പറ്റുന്ന ആൾക്കാരാ. അപ്പൊ ഞങ്ങൾ അത്രയും അവൾ എല്ലാ കാര്യങ്ങളും എന്ന് പറയും, ഞാനും തിരിച്ചങ്ങനെ തന്നെയാണ്. അപ്പം ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബന്ധം ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ നമ്മൾ ഒന്നിച്ചിതിലേക്ക് വരുന്നു, ഒന്നിച്ച് വളരുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പൊ ഞാനും ശ്രേയം കൂട്ടായിരുന്നെങ്കിൽ അന്ന് ഉണ്ടാവുന്ന കൂട്ട് ഇന്നും ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ലല്ലോ. പക്ഷെ അങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമുള്ള, ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം. അപ്പൊ അന്ന് ഞാനും ശ്രേയും ഞങ്ങളുടെ ഫസ്റ്റ് ഒരു ദുബായ് ടൂർ ഉണ്ടായിരുന്നു, അപ്പൊ അമർ അക്ബറിന്റെ ഒക്കെ സമയത്ത്. അപ്പം ഞാനും ശ്രേയ ഇങ്ങനെ പറയും, ഞങ്ങൾ എടി ഞങ്ങൾ വെറുതെ ഇരുന്ന് കളിക്കുന്ന അന്ന് 8-9 വയസ്സേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ പറയും, എടി നമ്മൾ വലുതാവുന്നു, നമ്മൾ കാർ എടുക്കുന്നു, കാർ ഓടിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറെ ടിഷ്യൂ ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ വലിയ ആൾക്കാരെ പോലെ കളിക്കാൻ വലിയ ഇഷ്ടമാണല്ലോ തീരെ ചെറുതാവുന്ന സമയത്ത്. ഇപ്പൊ അങ്ങനെ ഭയങ്കര വലിയ ആൾക്കാരൊന്നും അല്ല, 10-20 വയസ്സേ ഉള്ളൂ, കുറച്ചും കൂടെ അന്നുള്ളതിലേക്ക് ഇച്ചിരി കൂടെ വലുതായി. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ടിഷ്യൂ പേപ്പറൊക്കെ കുഴച്ച് ഒരു കേക്ക് പോലെ ഉണ്ടാക്കി കളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാനും ശ്രേയം പറയും, എടി ഞാൻ വലുതാന്ന് എന്നിട്ട് എന്റെ വീട്ടിലേക്ക് നീ കാറെ സ്വന്തമായിട്ട് വരുന്നു, അപ്പൊ ഞങ്ങൾ കേക്കൊക്കെ മുറിക്കുന്നു, ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നു, കാർ ഓടിച്ചു പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആ സമയത്തെ കഴിഞ്ഞ ദിവസം ഞാൻ ശ്രേയനെ കണ്ടു. അപ്പൊ ഞാൻ കോഴിക്കോട് ചെന്നപ്പം ആദ്യം വിളിക്കുന്ന ആൾക്കാരിൽ ഒരാൾ ശ്രേയാണ്. അപ്പൊ ഞാൻ അവളെ വിളിച്ചു, എടി എനിക്ക് കാണണം. അപ്പൊ അവള് ഞാൻ നിൽക്കുന്ന ഹോട്ടലിലേക്ക് സ്വന്തം ഡ്രൈവ് ചെയ്ത് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടൊരു കഫേ പോയി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, എടി നമ്മൾ അന്ന് പറഞ്ഞ ആ സമയമായി എന്ന് വെച്ചാൽ തന്നെ വണ്ടി ഓടിച്ച് വന്ന് എന്നെ കാണാൻ വന്ന് ഞങ്ങൾ ഒന്നിച്ച് കറങ്ങുന്ന സമയമായി. അപ്പോൾ അത് എനിക്ക് ഭയങ്കര സ്പെഷ്യലാ. അതെന്താന്ന് എനിക്കറിയണം. പക്ഷെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല, അവൾക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു, പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല വലുതാവുന്നത്. എനിക്കല്ല ഇങ്ങനെ ഭയങ്കര കുഞ്ഞുവാവായിട്ടിരിക്കാൻ തന്നെയാണ് എപ്പോഴും ഇഷ്ടം. കാരണം അത് പിന്നെ പറ്റില്ലല്ലോ, നമ്മൾ വൺസ് വലുതായി കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു, ആ ഇമേജ് കഴിഞ്ഞു. അപ്പൊ എനിക്ക് കുഞ്ഞായിട്ടിരിക്കാൻ തന്നെയാണ് ഇഷ്ടം. അപ്പൊ തന്റേതല്ലാത്ത കാരണത്താൽ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റത്തില്ലല്ലോ വലുതാവുന്നത്. അതെ, വലുതായി പോയ രണ്ടാൾക്കാർ തന്നെയാണ്, എല്ലാവരെയും പോലെ വലുതായി പോയ രണ്ടാൾക്കാർ തന്നെയാണ്. ഇപ്പം ഞാൻ നേരത്തെ ഇന്റർവ്യൂലാണെങ്കിലും കേട്ടു, അച്ഛനാണ് എന്റെ ഫസ്റ്റ് ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം കേട്ടു. എങ്ങനെ അങ്ങനെ ഒരു കംഫർട്ട് സ്പേസിലേക്ക് എത്തിയത് എങ്ങനെ, അല്ലെങ്കിൽ അച്ഛനാണ് അങ്ങനെ പറയാൻ അങ്ങനെ ഒരു സ്പേസിലേക്ക് എങ്ങനെയാ എത്തിയത്? ഞങ്ങൾ വീട്ടിലല്ലാണ്ട് വളർന്നിട്ടില്ല. ഞങ്ങളുടെ വീട് അങ്ങനെ തന്നെയാ. എപ്പോഴും എന്റെ അച്ഛൻ അമ്മയായിട്ട് ഉള്ള അത്രയും കൂട്ട് ഞാൻ വേറെ ആരുമായിട്ടും ഇല്ല. എന്ന് വെച്ചാൽ ഭയങ്കര ഏത് സമയവും ഞാൻ അവരുടെ കൂടെയാണ്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് അവർ കഴിഞ്ഞിട്ടാണ് ബാക്കിയെല്ലാം. എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം അവരുടെ അടുത്തായിരിക്കും പറയുന്നത്. പക്ഷേ ഞാൻ കുറച്ചൊരു വലുതായപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്ന എല്ലാ വീടുകളിലും അങ്ങനെ ഒരു കംഫർട്ട് സോൺ ഉണ്ടാവണം എന്നില്ല. പക്ഷെ ഞാൻ തീരെ ചെറുതായിരിക്കും ഞാൻ വിചാരിച്ചു എല്ലാവരുടെയും അച്ഛനും അമ്മയും ഇങ്ങനെ തന്നെയാണ്, എല്ലാ കുട്ടികളും അവരുടെ അച്ഛനമ്മമാരുമായിട്ട് ഇങ്ങനെ തന്നെയാണ്. പക്ഷെ അങ്ങനെയല്ല. ഞാനിപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും വന്ന് പറയുന്നവരും, മീനാക്ഷിയുടെ വീട്ടിൽ ശരിക്കും ഇങ്ങനെയാണോ അതോ നിങ്ങൾ അഭിനയിച്ച് കാണിക്കുന്നതാണോ ഇങ്ങനെ. അപ്പൊ ആൾക്കാർക്ക് അങ്ങനെ ഒരു സംശയം തോന്നുന്നെങ്കിൽ അത്രയും നല്ലൊരു സ്പേസിലാണ് ഞാനുള്ളത് എന്ന് ഞാൻ ആ സമയത്താണ് മനസ്സിലാക്കുന്നത്. അപ്പം എന്റെ അച്ഛനും അമ്മയെന്ന് പറയുന്നത് എനിക്ക് എല്ലാവരെയും പോലെ തന്നെ ഭയങ്കര സ്പെഷ്യലാണ്. അവര് വളരെ നന്നായിട്ട് നമ്മളെ ഗൈഡ് ചെയ്ത് കൊണ്ടുവന്ന എല്ലാ കാര്യവും വളരെ കൃത്യസമയത്ത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പം എനിക്ക് താഴെ 2 അനിയന്മാരാണ്. അവർക്കായാലും അവരുടെ അച്ഛനും അമ്മ എന്ന് പറയുന്നത്, അല്ല അവരുടെ അച്ഛനമ്മ ചേച്ചി എന്ന് പറയുന്നത് ഞങ്ങൾ വളരെ കൂളായിട്ട് നിൽക്കുന്നത്, വളരെ അവർക്ക് എപ്പോ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്പേസ് തന്നെയാണ് ഞങ്ങളുള്ളത്. അപ്പം നമ്മളിപ്പോ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ഒരു അച്ഛനെ കണ്ടല്ലോ, വളരെ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു അച്ഛൻ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എപ്പോഴെങ്കിലും മീനാക്ഷിക്ക് കാണേണ്ടി വന്നിട്ടുണ്ടോ അച്ഛനെ? അതായത് എന്റെ അച്ഛനെ റഫ് ആൻഡ് ടഫ് ആയിട്ട് നിൽക്കുന്ന ഒരു അച്ഛൻ എന്നെ കാണേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അച്ഛനെ അങ്ങനെ ഒരിക്കലും കാണേണ്ടി വന്നിട്ടില്ല. എനിക്കാണെങ്കിലും അതെ, ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും അതെ. പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണോ മീനാക്ഷി? അല്ലേ? ഞാനോ? അല്ലല്ലോ, ഭയങ്കര കൂളാണോ? അല്ലല്ല, അത് അങ്ങനെ വെച്ചാൽ എനിക്ക് അറിയത്തില്ല. എന്റെ അടുത്തേക്ക് തരണമെങ്കിൽ ചെയ്യാം. ദേഷ്യം വരുമെന്ന് ചോദിച്ചാൽ ദേഷ്യമൊക്കെ, പക്ഷെ ഞാനങ്ങനെ പെട്ടെന്ന് തീരുകയും ചെയ്യും. എനിക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ദേഷ്യം വന്നാൽ ഞാൻ അപ്പൊ തന്നെ എനിക്ക് ദേഷ്യം വരും, ഞാനത് പറയും, അത് തീരും. പിന്നെ അങ്ങനെ ദേഷ്യമൊന്നും വരാറില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ദേഷ്യം വരുമെന്ന് തോന്നുന്നു, ദേഷ്യം വരും. ഇപ്പൊ മീനാക്ഷി ഒരു ദിവസം വീട്ടിലിരിക്കുമ്പം എങ്ങനെയാ ഒരു ഡേ, ഇപ്പൊ ഷൂട്ടൊന്നും ഇല്ല, വെരി ലേസി ഡേ, എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുന്നതും തീരുന്നതും? ഇപ്പൊ ഞാൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് താമസിച്ച് വന്ന് നടക്കുവാണെങ്കിൽ ഞാനൊരു 12 മണിയൊക്കെ ആവും എഴുന്നേറ്റ് വരുമ്പം. അതത്ര നല്ല ശീലമൊന്നും അല്ല എന്ന് വെച്ചാൽ. പക്ഷെ തിരക്ക് കഴിഞ്ഞ് വരുവാണെങ്കിൽ
അല്ല അതത്ര ഹെൽത്തി ഹാബിറ്റ് ഒന്നും അല്ല. 12 മണിക്ക് എഴുന്നേക്കുന്നു, ഭക്ഷണം കഴിക്കുന്നൊക്കെ ലേറ്റ് ആവുമല്ലോ അന്നേരം. അപ്പം പക്ഷെ ഷൂട്ട് കഴിഞ്ഞ് ലേറ്റ് ആയിട്ട് വരുവാണെങ്കിൽ എനിക്ക് ഉറക്കം മെയിൻ ആണ്. അതുകൊണ്ട് ഞാൻ ഒരു 12 മണിയൊക്കെ വരെ കിടന്നുറങ്ങും. പിന്നെ ശനി ഞായറാണെങ്കിൽ ഇവിടെ വീട്ടിൽ നിറച്ച് നഴ്സറി വിട്ട പോലത്തെ അവസ്ഥയായിരിക്കും, മൊത്തം പിള്ളേരായിരിക്കും. എന്നുവെച്ചാൽ എനിക്ക് താഴെ 2 അനിയന്മാരാണ് ഉള്ളത്. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും വീട്ടിലൊക്കെ നിറച്ച് കുഞ്ഞാവന്മാരുണ്ട്. പിന്നെ ഞങ്ങളുടെ കസിൻസും എല്ലാം അടുത്തടുത്തുണ്ട്. അപ്പൊ അവന്മാരെല്ലാം ആമ്പിള്ളേരാ, ഞാൻ ഒറ്റ പെങ്കൊച്ചേ ഉള്ളൂ ഇവിടെ. അന്നേരം എല്ലാവരുടെയും കൂടെ ഇളകി മറിഞ്ഞ് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ അവരെല്ലാവരും വരും, ഞങ്ങൾ വീട്ടിലിരിക്കും. പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുക്കിംഗ് പരീക്ഷണങ്ങൾ നടത്താൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പിന്നെ എനിക്ക് ഒന്നില്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഡാൻസ് ക്ലാസ്. ഇപ്പം എനിക്ക് കുഞ്ഞിലെ അല്ല, കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ ക്ലാസിക്കൽ ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചെറുതിൽ എന്റെ അമ്മ അച്ഛൻ പറയും ഇത് അവർക്കും ഇഷ്ടമായിരുന്നു, അന്നേരം അവരിത് പഠിക്കാൻ കൊണ്ട് വിട്ടു. അന്നേരം ഞാൻ അരമണ്ഡലത്തിൽ നിൽക്കുമ്പോൾ കാലുവേദനയാണ് പറഞ്ഞിട്ട് അവര് പോയില്ല. പക്ഷെ വലുതായി കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ലാസിക്കൽ ഡാൻസ് കാണാനും അതുപോലെ ചെയ്യാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ ഭരതനാട്യം പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം കുറെ ആയോ തുടങ്ങിയിട്ട്? ഇല്ലില്ല, കുറച്ച് നാളുകളായിട്ട്, ഒരു 1-2 ആഴ്ച. അപ്പം അതിന്റെ ക്ലാസ്സിന് വരും. അല്ലെങ്കിൽ ഞാനിപ്പോ ഡിഗ്രിക്ക് പഠിക്കുക, ഇപ്പൊ എക്സാം ഒക്കെ ആയതുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ക്ലാസ്സിന് വരും. അതൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഇവന്മാരെങ്കിലും എവിടെയെങ്കിലും ചായ കുടിക്കാൻ കൊണ്ടുപോകും, അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ആവശ്യങ്ങളേ ഉള്ളൂ എല്ലാവർക്കും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടെ അതിന് പോകും. അതൊക്കെ തന്നെയാണ് പരിപാടി. ഡ്രൈവ് ചെയ്യോ? ഞാൻ ഡ്രൈവ് ചെയ്യും. ഞാനിപ്പോ ലേണേഴ്സ് എഴുതിയിട്ട് നിൽക്കുന്നേ ഉള്ളൂ, ലൈസൻസ് എടുക്കണം. ലൈസൻസ് ഉള്ള ഒരാളെ കൂടെ കൂട്ടി ഞങ്ങൾ പോകും. പിള്ളേരൊക്കെ കൂട്ടി ഒറ്റയ്ക്ക് അങ്ങ് പോകുന്ന ചോദിച്ചു. ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോവാം, അതാ ചോദിച്ചു. അതെ, ഓക്കെ. അപ്പം മീനാക്ഷിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുപ്പത്തിൽ ഏൺ ചെയ്ത് വന്ന ഒരു കുട്ടിയാണ്. അപ്പം അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയൊക്കെ ആയിരുന്നിരിക്കാം ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒക്കെ. ഇപ്പൊ എങ്ങനെയാ മീനാക്ഷിക്ക് സേവിങ്സ് ഉണ്ടോ? മീനാക്ഷി തന്നെയാണോ? ആയിട്ടുണ്ട്. പക്ഷെ എന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കാര്യങ്ങളെല്ലാം എന്റെ കൂടെ എപ്പോഴും അച്ഛയമ്മ ഉണ്ടാവാറുണ്ട്. അത് എന്റെ നിർബന്ധമാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ അച്ഛനും അമ്മയും ഇത് നീ തന്നെ നോക്കിക്കോളാൻ പറഞ്ഞാൽ ഞാൻ വല്ല ആത്മഹത്യം ചെയ്യുന്ന വൃത്തിയുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് പറ്റത്തില്ല അങ്ങനെ പെട്ടെന്ന്. ഇപ്പോഴാണെങ്കിൽ നമ്മളൊരു ഭയങ്കര കംഫർട്ട് ആയിട്ടുള്ള സാഹചര്യത്തിൽ നിൽക്കുകയാണ്. അപ്പം നമുക്ക് വരുന്ന എമൗണ്ട് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് തന്നെ കൈകാര്യം ചെയ്യാന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. ഓരോ രൂപയ്ക്ക് അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട്. അപ്പൊ അത് അറിഞ്ഞ് കൈകാര്യം ചെയ്യാൻ പറ്റാത്തടത്തോളം നമ്മളത് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ എന്നാണ് എന്റെ സൈഡ്. എന്നുവെച്ചാൽ പക്ഷെ നമ്മളേതായിട്ടുള്ള അപ്പം എന്റെ അച്ഛൻ എനിക്കൊരു പ്രായം ഒരു 10-18 വയസ്സായി കഴിഞ്ഞപ്പം അച്ഛൻ തന്നെ എന്നോട് ഒന്ന് പറഞ്ഞു, അച്ഛൻ എന്നെ കുഞ്ഞാപ്പി എന്ന് വിളിക്കുന്നത്, കുഞ്ഞാപ്പി ഇനി നമ്മൾ കുറച്ചുകൂടെ പൈസ കൈകാര്യം ചെയ്യാനായിട്ട് പഠിക്കണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താവശ്യത്തിനും കടയിൽ ചെന്ന് നിന്നിട്ട് അച്ഛൻ പൈസ കൊടുക്കാവോ എന്ന് ചോദിച്ച് വിളിക്കാൻ എനിക്ക് അറിയത്തുള്ളൂ. അപ്പൊ അച്ഛൻ എന്നോട് ഒരു കുഞ്ഞു സേവിങ്സ് ആയിട്ട് വെക്കണം. ഇപ്പം ഞാൻ എല്ലാ പ്രാവശ്യം ഒരു 100 രൂപ വെച്ച് തരാം, നീ 100 രൂപ സേവ് ചെയ്ത് നോക്കാം, എന്തെങ്ങനെ പോകുന്നത് നമുക്ക് നോക്കാം, എന്റെ അത് കുറച്ച് കൂട്ടി കുഞ്ഞത് സേവ് ചെയ്ത് വെച്ച് നോക്ക് എന്നുള്ളത്. അപ്പം എനിക്ക് ഇപ്പം അത്യാവശ്യം ഞാനായിട്ട് സ്വന്തമായിട്ട് എനിക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് കിട്ടുന്ന കുഞ്ഞു വളരെ 5 രൂപയാണേലും 10 രൂപയാണേലും അത് ചെലവാക്കാതെ എടുത്ത് വെക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് വലിയ കാര്യം. അപ്പം നമുക്ക് കിട്ടുന്ന പൈസ ഇപ്പൊ തികയുന്നില്ല, നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു സേവിങ്സിലേക്ക് അപ്പൊ വരില്ല. പക്ഷെ അല്ല, നമുക്ക് കിട്ടുന്ന പൈസ നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് മിച്ചമാണെന്നുണ്ടെങ്കിൽ അത് സേവ് ചെയ്ത് വെക്കാൻ പഠിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതെന്റെ അച്ഛന് വളരെ കൃത്യമായിട്ട്, അച്ഛൻ കൊമേഴ്സിന്റെ സാറായിരുന്നു, അപ്പൊ അച്ഛന് വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ്. അപ്പം ഞാൻ സേവ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് എന്റെ അച്ഛന് ആദ്യം പറഞ്ഞത് നീ ഒന്നില്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസികളെ പറ്റി പഠിക്കണം, എന്നിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിൽ വളരെ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഞങ്ങൾ അതൊക്കെ പഠിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. ഇപ്പോഴും ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ഇപ്പം ഒരു ഇത് സേവിങ്സിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ ആ വഴി കൂടെ സേവിങ്സ് ചെയ്യുന്ന ആൾക്കാരാണ്. ബാക്കി ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കാര്യങ്ങളെല്ലാം അച്ഛനും അമ്മയും തന്നെയാണ് നോക്കുന്നത്. ഓക്കെ. പെർഫ്യൂംസ് എന്തെങ്കിലും? എനിക്ക് പെർഫ്യൂംസിൽ ഭയങ്കര ഇഷ്ടമുള്ള ആളാണല്ലോ. പക്ഷെ പെർഫ്യൂം ഇതുവരെ ഞാൻ ഒന്നും പൈസ വാങ്ങിയിട്ടില്ല. എനിക്ക് എല്ലാം പെർഫ്യൂംസ് ആൾക്കാർ വാങ്ങി തരുന്നതാണ്. എനിക്ക് പെർഫ്യൂം ഇഷ്ടമാണെന്ന് അറിയുന്നത് കൊണ്ട് എനിക്ക് പെർഫ്യൂംസ് വാങ്ങി തരുന്നതാണ്, അല്ലാതെ ഞാനായിട്ട് വാങ്ങിയിട്ടില്ല. എനിക്ക് ആ മറ്റേത് കാണിച്ചത് ഏതാണെന്നറിയാം, നമ്മുടെ കൊപ്രയുടെ മണമുള്ള പെർഫ്യൂം എന്ന് പറഞ്ഞിട്ട് കാണിച്ചേ. അത് കാണാൻ ഓർത്തേ വന്നേക്കാ. നമ്മുടെ ഇവിടെ കടയിൽ കിട്ടില്ല പെർഫ്യൂം, അത് ഞാൻ വാങ്ങിയതാട്ടോ. അതിനീ പറയുന്ന വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ല. എന്ന് വെച്ചാൽ പെർഫ്യൂം അടിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കോളേജിൽ പോകുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു വേസ്റ്റ് ചെലവാ. പക്ഷെ നല്ല മണമാ. ഒരു 2500 രൂപയൊക്കെ ആവുമായിരിക്കും. പക്ഷെ അത് ഈ പറയുന്ന പോലെ ഒരു വലിയ സാധനം അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അത് പറയാൻ അങ്ങനത്തെ സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട്. അങ്ങനത്തെ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു 5000 രൂപയ്ക്ക് മേലോട്ട് ഞാൻ ഒന്നും എനിക്ക് വേണ്ടി വാങ്ങിയിട്ടില്ല. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മൊമെന്റ് പറയാൻ പറ്റുമോ? അതൂട്ടനുണ്ടായത്, എനിക്ക് ഏറ്റവും ചെറിയ അനിയനുണ്ടായത്, അവനുണ്ടായത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടല്ല. അപ്പം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എനിക്ക് 13-14 വയസ്സുള്ളപ്പോഴും അവനുണ്ടാവുന്നത്. ഏജ് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഇവനെ കണ്ടത് എനിക്ക് ഭയങ്കര, എനിക്കെന്തോ ഒരു കുഞ്ഞുണ്ടായ പോലെ ഒരു എഫക്റ്റ് ആണ്. ശരിക്കും ചേച്ചിയമ്മല്ലേ? അതെ, അവൻ അങ്ങനെ തന്നെ. അവൻ അമ്മ കഴിഞ്ഞാൽ പിന്നെ ചേച്ചി, അമ്മ കഴിഞ്ഞാൽ അവൻ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. ആരെയും ഏറ്റവും ഇഷ്ടം എന്ന് അവൻ ചോദിക്കുമ്പോൾ ഞാനാ ചോദിക്കുന്നേ ചേച്ചി
അമ്മ അടുത്ത് ഞാൻ പറയാം അമ്മയും ചേച്ചിപ്പേ, ഇനിയിപ്പൊ അച്ഛനും കൂടെ അമ്മ അച്ഛൻ ചേച്ചിപ്പേ അങ്ങനെ പറയാം. ചേച്ചിപ്പ ഒരിക്കലും അവൻ ഒഴിച്ചു നിർത്തൂല. അവന് ചേച്ചിപ്പയാണ് ഏറ്റവും, ചേച്ചിപ്പാന്ന് പോലും അവൻ സ്വന്തമായിട്ട് വിളിച്ച അവൻ തന്നെ കണ്ടുപിടിച്ച് എങ്ങനെയോ വിളിച്ചതാ. അപ്പൊ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സന്തോഷം എനിക്കിനി ലൈഫിൽ എപ്പോഴാണ് ഉണ്ടാവാന്നേ. ഇനിയിപ്പോ ഞാൻ കല്യാണം കഴിഞ്ഞ് എനിക്കൊരു കുഞ്ഞുണ്ടായാലേ എനിക്ക് അതിനോട് മാച്ച് ചെയ്യുന്ന ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. അതർവൈസ് എനിക്കിതാണ് ഏറ്റവും വലിയ സാധനം. കാരണം അവനുണ്ടായി അവന്റെ ഓരോ സ്റ്റേജിലും അവന്റെ കൂടെ അവന്റെ ചേച്ചിപ്പ വേണമെന്ന് അവന് നിർബന്ധമാണ്. അപ്പം ഇവൻ ഉണ്ടാവുന്നതും ഇവന്റെ ഓരോ കുഞ്ഞിപ്പം വർത്താനം പറഞ്ഞു തുടങ്ങുന്നതും എന്നെ ചേച്ചിപ്പേന്ന് വിളിച്ചതും അതൊക്കെ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം. അപ്പം അതിനപ്പുറത്തോട് സന്തോഷം. ചേച്ചിപ്പ ചേച്ചിപ്പ. അപ്പൊ അവൻ ചേച്ചിപ്പേന്ന് വിളിച്ചു തുടങ്ങിയപ്പോ എന്റെ അമ്മ അച്ഛയൊക്കെ എന്നെ ചേച്ചിപ്പേന്ന് വിളിക്കുന്നത്. കോളേജ് ലൈഫ് എങ്ങനെ പോകുന്നു? കോളേജ് ലൈഫ് വളരെ നന്നായി പോകുന്നു. ഞാനിപ്പോ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ്. ലിറ്ററേച്ചറാണ് പഠിക്കുന്നത്. BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് വീട്ടിലൊരു ടീച്ചറും കൂടെ വരും. കാരണം എന്നും കോളേജിൽ പോക്ക് അത്ര നടപ്പിലായ പരിപാടി അല്ല. അതുകൊണ്ട് വീട്ടിലൊരു ടീച്ചർ വരും. ഞാൻ ഏകദേശം ഒരു 10th ഒക്കെ തൊട്ടേ അങ്ങനെയാ ചെയ്യുന്നത്. അപ്പൊ ഒരു എക്സാമിന്റെ സമയമാകുമ്പോ ഒരു സ്പെഷ്യൽ കോച്ചിങ് പോലെ. ഇപ്പൊ എക്സാമിന്റെ സമയം ആയിട്ടുണ്ട്, നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോയി പഠിക്കുന്നത് മിസ് ചെയ്യാറുണ്ടോ? ഇല്ല, അതിനു വേണ്ടിയുള്ളത് ഞാൻ പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ പഠിത്തം മാച്ച് ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ ഒരു കോച്ചിങ് വെക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ മിസ് ചെയ്യാൻ മാത്രമേ തീരെ പോവാണ്ടിരിക്കുന്നില്ല. ഇപ്പൊ ടോപ്പ് സിംഗറിന്റെ ഒരു പാർട്ടായല്ലോ. കുറെ നാളുകളായിട്ട് മീനാക്ഷി ഇല്ലാതെ ടോപ്പ് സിംഗർ ഇല്ല. അങ്ങനെയൊന്നുമില്ല, ഞാനില്ലെങ്കിലും ടോപ്പ് സിംഗർ നടക്കും. കാരണം ഞാൻ ഇന്നിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ഞാൻ ഉമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞു, മീനാക്ഷിനെ അയ്യോ ആ കൊച്ചാണോ, എന്റെ അന്വേഷണം പറയണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. കാരണം എല്ലാവരും ടോപ്പ്, ഇപ്പൊ ഈവൻ നമ്മള് സ്ക്രീനിൽ കാണുന്നതാണെങ്കിലും ടോപ്പ് സിംഗറിലാണെങ്കിലും മീനാക്ഷിനെ എപ്പോഴും കണ്ടോണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതെന്റെ ഏറ്റവും വലിയ സന്തോഷം. അതെ അതെ. എങ്ങനെ പോകുന്നു ആ ജേർണി? എങ്ങനെ പോകുന്നു ടോപ്പ് സിംഗറിന്റെ ജേർണി? നന്നായി പോകുന്നു. അത് ഞാൻ സെപ്പറേറ്റ് ഒരു കാര്യമായിട്ട് അങ്ങനെ എടുത്തു പറയാൻ എനിക്കറിയില്ല. കാരണം ഞാൻ വളരെ ചെറുപ്പം തൊട്ട് ഒരു 13-14 വയസ്സുള്ള തൊട്ട് ഞാൻ ടോപ്പ് സിംഗറിൽ വന്നതാണ്. 13 തോന്നുന്നു. കാരണം എന്റെ ഏറ്റവും ഇളയ അനിയൻ ഉണ്ടാവുന്നതൊക്കെ എന്നോട് ടോപ്പ് സിംഗറിൽ വെച്ച് അവരാ വന്ന് പറയണതൊക്കെ. അപ്പൊ ആ സമയത്താ. അപ്പൊ അവിടെ തൊട്ട് എന്റെ ജേർണി എനിക്ക് തന്നെ കാണണമെങ്കിൽ ടോപ്പ് സിംഗറിൽ വളരെ ക്ലിയർ ആയിട്ട് എവിഡന്റ് ആയിട്ട് നമുക്കത് കാണാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ വളരെ സന്തോഷത്തോടെ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ആണ്. കാരണം അവിടെ ഇരിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് എന്നുള്ളത് കൊണ്ട് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ആണ്. അത് ആൾക്കാരെ എത്രയും എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അതൊരിക്കലും എന്നെ വെച്ചല്ല ടോപ്പ് സിംഗർ എൻജോയ് ചെയ്യുന്നത്. കാരണം തീരെ ചെറിയ ആൾക്കാരാണല്ലോ പാടുന്നത്. അപ്പൊ നമുക്കും ഭയങ്കര കൗതുകമാണ് ഇത് എങ്ങനെയാണ് ഇവരിങ്ങനെ പാടുന്നത് എന്നുള്ളത്. ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര കൗതുകമുള്ള കാര്യമാണ്. അതുകൊണ്ട് ടോപ്പ് സിംഗർ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ആ ജേർണി ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും. പിന്നെ അല്ലെ നമ്മൾ ഇത്രയും നാൾ അവിടെ നിൽക്കൂലല്ലോ. ഭയങ്കര ഹാപ്പി ആയതുകൊണ്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. ഇപ്പം നമുക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളായി, നമുക്ക് കുറച്ച് സിനിമാ വിശേഷങ്ങളിലേക്ക് കിടക്കാം. പ്രൈവറ്റ് മൂവിയാണ് ഏറ്റവും പുതിയ വിശേഷം അല്ലെ? എങ്ങനെയായിരുന്നു അതിലേക്ക് എത്തിയത്? പ്രൈവറ്റ് എല്ലാ സിനിമകളും പോലെ വന്നു, സ്ക്രിപ്റ്റ് പറഞ്ഞു, കേട്ടു, ഇന്ദ്രൻസങ്ങളുടെ ഒക്കെ കാര്യം പറഞ്ഞു, അങ്ങനെ എടുത്തൊരു സിനിമയാണ്. പക്ഷെ പ്രൈവറ്റ് ചെയ്ത സമയത്തെ കഴിഞ്ഞ് പ്രൈവറ്റ് റിലീസായി കഴിഞ്ഞ് ഇങ്ങനെ ഒരു റെസ്പോൺസോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്കറിയാം പ്രൈവറ്റ് ഇറങ്ങിയ കാര്യം പോലും ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിന് പ്രൊമോഷനോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അധികം ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അതിന് പ്രൊമോഷൻ ആയിട്ട് ഒന്നും ഇല്ലായിരുന്നു. അതിന് ഈ ഇതിന്റെ ഇഷ്യൂ, സെൻസർ ബോർഡിന്റെ ഇഷ്യൂ ഒക്കെ വന്നിരുന്നത് കൊണ്ട് ഒരു വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഓഗസ്റ്റിൽ റിലീസ് ചെയ്യേണ്ട മൂവിയായിരുന്നു. അത് ഒക്ടോബറിലാണ് റിലീസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പബ്ലിസിറ്റി ഒന്നും ഇത് ഇറങ്ങുന്നു എന്നുള്ളൊരു സംഭവം ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ കണ്ട ആൾക്കാർ മൊത്തം അത് അറിഞ്ഞു കേട്ട് പോയി കണ്ട ആൾക്കാരാണ്. അപ്പൊ അവർ ഇത്രയും കണ്ടിട്ട് ഇങ്ങനെ ഒരു റിവ്യൂ പറയാൻ ഒരു സ്ഥലത്ത് പോലും പ്രൈവറ്റിന് ഒരു നെഗറ്റീവ് റിവ്യൂ ഞാൻ കേട്ടിട്ടില്ല. ഇന്ദ്രൻ ചേട്ടന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അയ്യോ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ സിനിമ കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഇന്ദ്രൻ സംഘടനയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടാൽ നമുക്ക് അറിയാൻ പറ്റും ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന്. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ആളായിട്ട് തോന്നും. ഒരിക്കലും അങ്കിളിനോട് 2 ദിവസം അടുപ്പിച്ച് മിണ്ടി കഴിഞ്ഞാൽ ഒരിക്കലും അങ്കിളിന്റെ വേറൊരു ആളായിട്ട് നമുക്ക് കാണാനേ പറ്റില്ല. അത് ആർക്കായാലും അങ്ങനെയാ, ഉറപ്പായിട്ടും അത് അങ്ങനെയായിരിക്കും. കാരണം അത്രയും നമ്മുടെ കൂടെയാ, എപ്പോഴും നമ്മുടെ കൂടെയാ. എടി കൊച്ചെ അങ്ങനെ വിളിക്കുള്ളൂ, കൊച്ചെ എന്ന് വിളിച്ചാൽ എപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കും. എനിക്കങ്ങനെ ഭയങ്കര സ്പെഷ്യൽ ആംഗിള് എപ്പോഴും. എന്തെങ്കിലും ഒരു മൊമെന്റ്സ് ഉണ്ടോ ലൊക്കേഷനിൽ? എന്തെങ്കിലും ഇന്ദ്രൻ ചേട്ടനായിട്ടുള്ള എന്തെങ്കിലും മൊമെന്റ്സ് ഓർത്തെടുത്ത് പറയാനുണ്ടാവോ? എല്ലാ മൊമെന്റ്സും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നുവെച്ചാൽ ആംഗിളിന്റെ കൂടെ എല്ലാ കാര്യങ്ങളും പൊതുവെ ഞങ്ങള് സെറ്റില് ഇത് ഡയറക്ട് ചെയ്തുകൊണ്ടിരുന്ന ചേട്ടനാണെങ്കിലും ദീപക്കേട്ടൻ ആണ് ഇത് ഡയറക്ട് ചെയ്തത്. അപ്പം ഞങ്ങളെല്ലാവരും എല്ലാ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാ, ഇതെന്താ ദീപക്കേട്ടൻ പറയുന്നത്, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ദീപക്കേട്ടൻ വളരെ കൃത്യമായിട്ട് അറിയാം എന്താ എടുക്കണ്ടേന്നുള്ളത്. പക്ഷെ അത് പറഞ്ഞ് നമുക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് പൊരിഞ്ഞടിയായിരിക്കും. അങ്ങനെ രാവിലെ തുടങ്ങിയ അടി രാത്രി വരെ നീങ്ങും. അപ്പൊ ആ സമയത്ത് പിന്നെ ഒന്നാമത് അവിടെ ഭയങ്കര ചൂടാ, പൊള്ളാച്ചിയിലായിരുന്നു ഷൂട്ട്. അപ്പൊ നമ്മളെ കൊണ്ട് നമ്മൾ ഭയങ്കര തല ഇറങ്ങിപ്പോവും, അങ്ങനത്തെ ചൂടാ. അപ്പം
പിന്നെ ഫുഡ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ഭക്ഷണമല്ല. അപ്പൊ ഞാനും അങ്കിളും കൂടി ഇത് എല്ലാ സമയത്തും ഞങ്ങൾ ഒറ്റക്കെട്ടായിരിക്കും, ഞങ്ങൾ ഒന്നിച്ചാ നിൽക്കുക എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും. അപ്പൊ ഞങ്ങൾ ഒരു വെച്ച് അച്ചാറ് മേടിച്ച് വെച്ച് ആ വെള്ള അരി തിന്നതൊക്കെ ഞാൻ ഓർക്കുന്നു. എന്നുവെച്ചാൽ ചുമ്മാ ഒരു വെള്ളച്ചോറ്, നീണ്ട ഒരു വെള്ളച്ചോറ്, അന്നാന്നോ അങ്ങനെ അതിന് പറയുന്നത്. അപ്പം മൈസൂരൊക്കെ ചെല്ലുമ്പോ കർണാടകയിൽ ആ ചോറാ മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ അതിന്റെ കൂടെ ഒരു എന്തോ ഒരു കുറെ പച്ചക്കറി ഒക്കെ ഇട്ടൊരു കറിയാ, അത് അവിടുത്തെ എന്തോ ഒരു കുളമ്പൊക്കെയാണോ? അത് തന്നെ, വഴുതനങ്ങ ഇട്ടൊരു കറിയാ. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കും, പക്ഷെ എനിക്കും അങ്ങോട്ട് തീരെ ഇഷ്ടമല്ലായിരുന്നു. ഞങ്ങൾ എന്നിട്ട് ഒരു മാങ്ങ അച്ചാറ് മേടിച്ചോണ്ട് വെച്ച് പച്ചച്ചോറുണ്ടത് ഞാൻ ഓർക്കുന്നു. ഞങ്ങൾ എന്നിട്ട് എന്നും രാത്രി വരുന്നവര് എടി ഇച്ചിരി കഞ്ഞി കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ പറയാം കഞ്ഞിയും കാന്താരി മുളകും ഒക്കെ കൂട്ടി അത് ഞങ്ങൾ എന്ന് വൈകുന്നേരം ഇരുന്ന് ഈ പച്ചച്ചോറ് തിന്നിട്ട് ഇങ്ങനെ കൊതി വിടും. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരുപാട് ഭക്ഷണം. അപ്പൊ അങ്കിള് പറയും ഞാൻ ബ്രേക്കിന് പോകുമ്പോ അവളോട് അച്ചാറിട്ട് തരാൻ പറയാം, അതാകുമ്പോ നിനക്കെങ്കിലും എന്തെങ്കിലും തിന്നാനോ. എന്നിട്ട് ആന്റീനെ കൊണ്ട് അച്ചാറിട്ടോടൊക്കെ അങ്ങനെ അച്ചാറായിരുന്നു ഞങ്ങളുടെ മെയിൻ ഡിഷ്. അത് ഞാൻ ഓർക്കുന്നുണ്ട്. ഫുഡിന്റെ കാര്യത്തിലാണ് അവിടെ പ്രശ്നം. ആ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ ഓർക്കുമ്പോ നല്ല രസമാണ്. അവിടെ ആ ഫുഡ് കിട്ടിയിരുന്ന ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ എൻജോയ് ചെയ്യത്തില്ലല്ലോ. ഇപ്പൊ ഇരുന്ന് ഓർക്കുമ്പോ നല്ല രസമാണ്. അങ്ങനെ കുറെ ഭക്ഷണം, പിന്നെ ഒരു ഫുൾ ഒരു മാങ്ങയുടെ ഇങ്ങനെ തോട്ടം ഉണ്ടായിരിക്കും അവിടെ. അപ്പൊ ഞങ്ങളുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് അവിടെ മാങ്ങയുടെ സീസണാ. അപ്പം ഞങ്ങളെ ഇഷ്ടമുള്ളവർ അവിടെ നിന്ന് കൊണ്ട് ഞങ്ങൾക്ക് അതിൽ പഴുത്ത മാങ്ങ മാത്രം നോക്കി എടുത്തോണ്ട് തരും. എന്നും കുറച്ചു നേരം കഴിയുമ്പോ ക്യാരവാനിൽ ഞങ്ങളുടെ ക്യാരവാനിൽ അപ്പൊ ഞങ്ങൾ കുറെ ചേച്ചിമാര് നമ്മളറിയില്ല, അറിയുന്നില്ല, ഞങ്ങൾ എന്ന് മിണ്ടി മിണ്ടി കൂട്ടായതാ. അങ്കിളിന് നമ്മളറിയാം. അപ്പൊ ഞങ്ങളിങ്ങനെ ചുമ്മാ മിണ്ടി മിണ്ടി കൂട്ടായതാ. അവരിങ്ങനെ ഒത്തിരി മാങ്ങാപ്പഴം കൊണ്ട് തരും നമുക്ക്. അവർക്കറിയോ ഐ മീൻ ഇങ്ങനെ ആക്ടറാണ് ആക്ട്രസ് ആണ് സിനിമ ഷൂട്ട് നടക്കുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ ഞങ്ങൾ അവരോട് ഭയങ്കര കൂട്ടായിരുന്നു. കുഞ്ഞു വാവന്മാരൊക്കെ ഉണ്ട് അവിടെ. അവർക്ക് തന്നെ കുഞ്ഞു വാവേണ്ട. അപ്പം അവരുമായിട്ടൊക്കെ ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു. അപ്പം അവരെങ്ങനെ അതൊക്കെ കൊണ്ടുതരും. മൊത്തത്തിലൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നല്ല ശരിയാണ്. ഇന്ദ്രൻ ചേട്ടന്റെ പലതും നമ്മൾ അങ്ങനെ കേൾക്കാറുണ്ടല്ലോ. ഞാനും അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാ. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായിരുന്നു ഭയങ്കര. ഇപ്പൊ നായികയിൽ നിന്നും, അതായത് ഒരു ചൈൽഡ് ആക്ട്രസിൽ നിന്നും നായികയിലേക്ക് ഇനി അധികം ദൂരമൊന്നുമില്ല. എന്തെങ്കിലും ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ടോ? ഞാൻ ഇന്ന ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യാനാണ് ഇഷ്ടം, അങ്ങനെ എന്തെങ്കിലും ക്രൈറ്റീരിയ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ നമ്മൾ വെച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല ഒരിക്കലും. അങ്കിൾ തന്നെ നമ്മൾ എപ്പോഴും പറയാം, അങ്കിളുടെ ഇന്റർവ്യൂസ് ഒക്കെ നോക്കി അറിയാം, സിനിമയ്ക്ക് നമ്മളെ ഒരിക്കലും ആവശ്യമില്ല, നമുക്കാണ് വേണമെങ്കിൽ സിനിമ ആവശ്യം എന്നുള്ളത്. അപ്പൊ അങ്ങനെ ക്രൈറ്റീരിയ കഴിഞ്ഞും എനിക്ക് തോന്നുന്നു ചിലപ്പം എനിക്ക് സിനിമ അങ്ങനെ ഭയങ്കര ഞാൻ അങ്ങനെ നോക്കി അതിനു വേണ്ടി കഷ്ടപ്പെട്ട് അങ്ങനെയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ ആഗ്രഹമുണ്ട് സിനിമ ഇനിയും നല്ല നല്ല റോൾസ് ചെയ്യണം എന്ന്. അപ്പം ഓരോ ആൾക്കാരുടെ മനസ്സിലും ഓരോന്നാണല്ലോ. അപ്പം എല്ലാ ക്യാരക്ടേഴ്സും അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. നോക്കണം. ഇനി ഓരോ സ്ക്രിപ്റ്റ് പുതിയതായിട്ട് വരികയാണല്ലോ. നമ്മളത് കേട്ട് നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും. ഇനി ഞാനൊരു കുറച്ചു പേരുടെ പേര് പറയാം. അപ്പം അവരെ വെച്ചിട്ട് അവരുടെ ഏറ്റവും നല്ല എന്തെങ്കിലും ഒരു മൊമെന്റ്സ് ഒന്ന് പറയാം. ഓക്കെ. ഫസ്റ്റ് ലാലേട്ടൻ. എന്നെ തോള തോള എടുത്തോണ്ട് നടന്നത്. പിന്നെ എനിക്ക് തോള എടുത്തോണ്ട് നടന്നത് എന്റെ കൂടെ ബിസ്ക്കറ്റ് തിന്നാൻ വഴക്കുണ്ടാക്കിയത്. അതൊക്കെ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്. പേടി ഉണ്ടായിരുന്നോ ലാലേട്ടന്റെ കൂടെ അഭിനയിക്കാൻ? ഇല്ല, എന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് TV കാണുന്ന ഒരാളെ നമ്മൾ നേരിട്ട് കാണുന്നു എന്നുള്ള ഭയങ്കര എക്സൈറ്റ്മെന്റാ. ഇത്രയും വലിയൊരു സംഭവമാണ് നമ്മുടെ കൂടെ അഭിനയിക്കുന്നതെന്ന് നമുക്കില്ല. അത് 2 ദിവസം ഉണ്ടാവും, പക്ഷെ 3-ാമത്തെ ദിവസം അത് മാറും. 3-ാമത്തെ ദിവസം നമുക്ക് ഭയങ്കര എന്റെ അങ്ങനെ തോന്നുന്നു ഭയങ്കരമായിട്ട്. അങ്ങനെയുള്ളൂ. കാരണം അതിൽ ആളുകൾ അങ്ങനെ നിൽക്കുന്നോണ്ടാ. അല്ലെങ്കിൽ ആ ക്യാരക്ടറും അത്ര ഒരു ഇന്റിമസി വരുമെന്ന് എനിക്ക് അങ്ങനെ അറിയത്തില്ല. ലാലങ്ങൾ നമ്മുടെ അടുത്ത് അത്രയും അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഒപ്പം ചെയ്യുന്ന സമയത്താണെങ്കിൽ അത് വലിയൊരു ലക്കല്ലേ നമുക്ക്. MG അങ്കിള്, ലാലങ്കള്, പ്രിയനങ്ങള്, ആ 3 പേരുടെയും കോംബോ എത്രയോ മലയാളികൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കോംബോ വരുന്നു. അതിൽ നമുക്കൊരു പാർട്ടാവാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇരുന്ന് ഓർത്ത് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര വലിയ കാര്യമാണ്. ഭയങ്കര ഹാപ്പിയാണ്. MG ശ്രീകുമാർ. MG എല്ലാം എല്ലാ മൊമെന്റ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒത്തിരി വർഷം ഒരുമിച്ചുണ്ടായിരുന്ന ആളാണ്. ഇപ്പോഴും എന്ത് കാര്യമാണല്ലോ, അങ്കിൾ ആണെങ്കിലും അതെ, ആന്റി ആണെങ്കിലും അതെ, എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ് എല്ലാ കാര്യവും. എല്ലാ കാര്യത്തിലും. കഴിഞ്ഞ ദിവസം ബർത്ത്ഡേ ആയിരുന്നല്ലോ. ബർത്ത്ഡേ ഞാനിതിൽ കണ്ടായിരുന്നു. അത് ടോപ്പ് സിംഗറിൽ വെച്ചിട്ട് അടിപൊളിയാക്കി. അവിടെ എല്ലാ വർഷവും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്, അതുപോലെ ഇപ്രാവശ്യവും. ഫൈൻ. അപ്പം ചാക്കോച്ചൻ ചെസ് കളിക്കുന്നത്. ചെസ് കളിക്കും മീനാക്ഷി? ഞാൻ ചെസ് കളിക്കുന്നില്ല, അപ്പൊ പഠിച്ചാണ് നീക്കി കളിക്കും.
ഞങ്ങള് അതേ ചെസ് കളിക്കുന്നത് അതല്ല, ഞങ്ങൾ അന്ന് ഓഫീസർ കഴിഞ്ഞ സമയത്ത് ഒരു ഇഫ്താർ ആദ്യമായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇഫ്താർ വിരുന്ന് കഴിഞ്ഞ് മുന്നേ പോയിട്ടേ ഇല്ല. ഞാൻ ചാക്കോച്ചന്റെയും ചേച്ചിയുടെയും വീട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് ഇഫ്താർ സെലിബ്രേഷൻ പോകുന്നത്. ഞങ്ങൾ ഓഫീസറിന്റെ ഫുൾ ടീം ഉണ്ടായിരുന്നു. അത്രയും നല്ല ഭക്ഷണം ഞാൻ എവിടുന്ന് കഴിച്ചിട്ടില്ല. കാരണം ഭയങ്കര നല്ല ഫുഡായിരുന്നു. അപ്പൊ കുറേ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ ഇഫ്താറിന്. അപ്പം ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഇഫ്താർ ഒക്കെ എൻജോയ് ചെയ്യുന്നത്. ഞാൻ എവിടെയും പോയിട്ടില്ല. ഞങ്ങളുടെ ഇവിടെ ഒന്നും അങ്ങനെ ഇഫ്താർ സെലിബ്രേഷൻ അങ്ങനെ ഇല്ല. അപ്പൊ ഞാൻ ആദ്യമായിട്ട് അവിടെയാ പോകുന്നത്. അപ്പൊ അതാ ചാക്കോച്ചനെ എനിക്ക് ആദ്യം അതാ ചെസ് കളിച്ചൊക്കെ സിനിമയുടെ ഷൂട്ടിന് വേണ്ടിയിട്ട് സീനിന് വേണ്ടിയിട്ട് ചെയ്തതേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഓർത്തിരിക്കുന്നു എന്നുള്ളതില്ല. പക്ഷെ ഇഫ്താറാണ് മെയിൻ ഹൈലൈറ്റ്. എനിക്ക് ഇഷ്ടമുള്ള കുറെ ആൾക്കാരുടെ കൂടെ ഞങ്ങളൊന്ന് ഒത്തിരി സെലിബ്രേറ്റ് ചെയ്തു. അന്ന് ഒത്തിരി രാത്രി വരെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തു. അവനോ ചെറുത് ഇസാക്ക് അവനോടുണ്ടായിരുന്നു. അവന് ഓടിക്കളിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. ഞങ്ങൾ അങ്ങനെ കുറെ ഓടിക്കളിച്ചു. അതൊക്കെ ആ കുഞ്ഞിന് കുഞ്ഞിന് എന്നെ ഓർമ്മ ഉണ്ടോന്ന് പോലും എനിക്കറിയണം. കാരണം പുള്ളിക്കാരൻ എല്ലാവരുമായിട്ടും കൂട്ടുകൂടും. എല്ലാവരും ചേച്ചിമാര് ചേട്ടന്മാര് ആരും ആയിക്കോട്ടെ എല്ലാവരുമായിട്ടും കൂട്ടാണ്. അപ്പൊ അവന്റെ കൂടെ കളിക്കാൻ ആരെ കിട്ടിയാലും പുള്ളിക്കാരൻ ഒബ്വിയസ്ലി നമ്മുടെ പ്രിയമണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോൾ കണ്ടാലും കെട്ടിപ്പിടിച്ച് കൊടുത്തോണ്ടിരിക്കും. എന്റെ എല്ലാ കാര്യത്തിനും ഞാൻ അത് കഴിഞ്ഞിട്ടാണെങ്കിലും എന്റെ സിനിമകൾ വന്നപ്പം ഞാൻ പറയുക പോലും ചെയ്യാതെ പ്രിയ ചേച്ചി അത് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത ആളാണ്. അപ്പോൾ കാരണം വളരെ കുറച്ച് ദിവസം ഞങ്ങൾക്ക് ഷൂട്ട് ഡേറ്റ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു ഇമോഷണൽ അടുപ്പമുണ്ട് പ്രിയ ചേച്ചിയായിട്ട്. എനിക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ചെന്ന് പറയാം. ഇപ്പൊ സിനിമയുടെ ഒരു കാര്യമാണെങ്കിലും ചേച്ചി ഇങ്ങനെ ഒരു സിനിമ ഉണ്ട് ഉറപ്പായിട്ടും പോയി കാണണം എന്നാലും ചേച്ചി കൂടെ നിൽക്കും എന്നുള്ളത് എനിക്ക് ഭയങ്കര കാര്യമാണ്. പ്രിയ ചേച്ചി എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഓക്കെ. മധു ബാലകൃഷ്ണൻ. മധുവെങ്കിലോ? സെർലാക്ക് എനിക്കറിയാം. സെർലാക്ക് എന്ന് വെച്ചാൽ ഞാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോ തൊട്ട് ടോപ്പ് സിംഗർ വന്നു ഞാൻ പറഞ്ഞല്ലോ. കുഞ്ഞെന്ന് വെച്ചാൽ 13 വയസ്സ് വന്നല്ലോ. അപ്പൊ ആ സമയം തൊട്ടേ മധുവെങ്കിലാണ് എനിക്ക് സെർലാക്ക് വാങ്ങിത്തരാം. തീരുമാനം മധുവെങ്കിൽ എന്റെ 20 വയസ്സിലും മധുവെങ്കിലാണ് എനിക്ക് സെർലാക്ക് വാങ്ങിത്തരാം. എനിക്ക് മധുവെങ്കിലും അതെ ആന്റി അത് ആന്റി അത് എന്ന് വെച്ചാൽ എനിക്ക് എന്ത് വേണം. ഞാൻ ഇപ്പോഴും ഓർക്കും ആന്റി. ഞാനൊരു ദിവസം മധുവെങ്കിളിനോട് ഇങ്ങനെ പറഞ്ഞു, മധുവെങ്കിൽ എവിടെയോ പോയിട്ട് വന്നിട്ട് എന്നോട് കുനാഫ തിന്ന കഥ പറഞ്ഞു. അപ്പൊ ഞാൻ മധുവെങ്കിളിനോട് പറഞ്ഞു, മധുവെങ്കിൽ എനിക്ക് തരാണ്ട് കഴിച്ചില്ലേ കുനാഫ, എനിക്കും കുനാഫ വേണം. എന്നുവെച്ചാൽ അവരുടെ അടുത്ത് ഞാൻ ഭയങ്കര ഇത്രയും ചെറുപ്പം തൊട്ട് കാണുന്നത് കൊണ്ട് എനിക്ക് എന്റെ വീട്ടിലുള്ളവരൊരു കംഫർട്ട് സോൺ ആണ് അവരെല്ലാവരും. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് തരാതെ മധുവെങ്കിൽ കുനാഫ തന്നു, എനിക്ക് മേടിച്ചു തന്നില്ല. അപ്പൊ ഞാൻ ഇത് ആന്റിയെ വിളിച്ചു പറഞ്ഞു, ഇത് കണ്ടോ മധുവെങ്കിൽ എനിക്ക് കുനാഫ തന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര. അപ്പോ ആന്റി അന്ന് തൃപ്പൂണിത്തറയിലോ എങ്ങാണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ നോക്കുമ്പോ രാത്രിയായപ്പോ ഞാൻ ഒരു ഉച്ചയായപ്പോ ഇത് വിളിച്ചു പറഞ്ഞു. രാത്രിയായപ്പോ മധുവെങ്കിളുടെ വേറൊരു ലക്ഷറി വണ്ടി വന്നു നിന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെന്തിനായിരിക്കും, ഇപ്പൊ മധുവെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ പിന്നെന്തിനായിരിക്കും വണ്ടി വന്നത്. അപ്പൊ എന്നെ ആന്റി വിളിച്ചിട്ട് നീ കാറിന്റെ അടുത്തോട്ട് ഒരു സർപ്രൈസ് ഉണ്ട് പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കുമ്പോ ഒരു വണ്ടി നിറച്ച് കുനാഫ. എന്നുവെച്ചാ എല്ലാ ഫ്ലേവറും ആ കടയിൽ കിട്ടുന്ന കുനാഫയുടെ എല്ലാ ഫ്ലേവറും അത് ഞാൻ എത്ര വലുതായാലും മറക്കൂല കേട്ടോ. ഞാൻ തിന്ന് ചെകിടിച്ചു പോയി. അതുപോലെ ഞാൻ കഴിച്ചു വന്ന്. എന്നുവെച്ചാൽ ഞാൻ ഒരിക്കലും ആന്റി അത് തരാൻ വേണ്ടി മാത്രം അത് ഞാൻ പറഞ്ഞ കടയിൽ കടയുടെ പേര് ഞാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞ കടയിൽ നിന്ന് പോയി കുനാഫ വാങ്ങിക്കൊണ്ട് വന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അത് എനിക്ക് വേണ്ടി ഭയങ്കര എഫേർട്ട് എടുക്കാറുണ്ട് മധുവെങ്കിലായാലും അതെ ആന്റി ആയാലും അതെ. എന്റെ എന്ത് കാര്യത്തിനും പിന്നെ മധുവെങ്കിളാണ് എനിക്ക് ഇഷ്ടം. ഞാൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ കൊണ്ടുതരികയൊക്കെ ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ മധുവെങ്കിൾ പുറത്തു പോകാൻ പറഞ്ഞു, എനിക്ക് ബർത്ത്ഡേക്ക് എന്താ വേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഗുച്ചിയുടെ പെർഫ്യൂം വേണം. ഞാൻ ചുമ്മാ പറഞ്ഞതാ. പക്ഷെ മധുവെങ്കിൾ എനിക്ക് ഗുച്ചിയുടെ പെർഫ്യൂം കൊണ്ടു തന്നു. ഞാൻ അതാണ് പറഞ്ഞത് പെർഫ്യൂം ഒക്കെ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ എന്തിന് വാങ്ങണം. അപ്പൊ പിന്നെ സെർലാക്ക് അതെ എപ്പോഴും ഞാൻ മധുവെങ്കിളുടെ അടുത്ത് എന്നോട് ഇടയ്ക്കിടയ്ക്ക് സെർലാക്ക് തീർന്നു. കാരണം സെർലാക്ക് തീർന്നു. അപ്പൊ മധുവെങ്കിൾ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും. മധുവെങ്കിൾ കറക്റ്റ് ആയിട്ട് അറിയാം എനിക്ക് ഏത് സെർലാക്കിന്റെ ഫ്ലേവർ ആണ് ഇഷ്ടം എന്നുള്ളതൊക്കെ. അവിടെ ഓരോ ആൾക്കാരും അങ്ങനെയാണ്. എനിക്ക് അത് ഭയങ്കര കൗതുകം കേട്ടോ. കാരണം സെർലാക്ക് നമ്മൾ ഒരു 5 വയസ്സിനൊക്കെ മുമ്പ് നിർത്തും. പക്ഷെ ഭയങ്കര ടേസ്റ്റ് അല്ലേ അതിന്, ഭയങ്കര ടേസ്റ്റ് അതിന്. എനിക്ക് ഭയങ്കര ഇഷ്ടം. വീട്ടിൽ ചോദിച്ചാൽ മേടിച്ച് തരികയില്ല. ഞാൻ അതുകൊണ്ട് തന്നെ സെർലാക്ക് തിന്ന് തീർക്കരുത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മേടിച്ച് തരികയില്ല ഇവിടെ നിന്ന് അങ്ങനെ. പക്ഷെ അതുകൊണ്ട് ഞാൻ മധുവെങ്കിളുടെ അടുത്ത് അതിപ്പോ ആരാണെങ്കിലും അതെ കേട്ടോ. MG അങ്കിളാണെങ്കിലും അവിടെ നിന്ന് ഞാൻ ചിലപ്പോൾ അങ്കിളുടെ അടുത്ത് എനിക്ക് ഭയങ്കര വിശക്കുന്നു എന്ന് പറയുമ്പോഴേ എനിക്ക് ഭക്ഷണം വാങ്ങി തരും. അവരെല്ലാരും അങ്ങനെയാ. ഇപ്പൊ MJ അങ്കിൾ വന്നപ്പോഴായാലും അങ്കിളായാലും ഒക്കെ എനിക്ക് അങ്ങനെ ഒരാളെ പോലും പറയാനില്ല. എല്ലാരും. ബിന്നി കൃഷ്ണകുമാർ, ബിന്നി ചേച്ചി. ബിന്നിയാന്റി ഒരു ചക്കരയാണ്. ബിന്നിയാന്റിയുടെ വരുമ്പോൾ എനിക്ക് ഫുഡ് ഓർമ്മ വരും. ചക്കപ്പഴം ഓർമ്മ വരും. പിന്നെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് പലാപ്പഴം. എന്ന് വെച്ചാൽ തമിഴിൽ പലാപ്പഴം എന്നാ പറയാ. അപ്പൊ ബിന്നിയാന്റി ഞങ്ങളുടെ അടുത്ത് അത് പറയും. ഞങ്ങള് കളിയാക്കും ബിന്നിയാന്റിയെ. ബിന്നിയാന്റി പറയും ഇങ്ങോട്ട് നല്ല ഈച്ച വന്നിരുന്ന പലാപ്പഴം. അങ്ങനെ ഒരു കൊതി ഞാൻ എവിടെയും കേട്ടിട്ടില്ല. ആരും ബിന്നിയാന്റി പറയുന്നത് ഈച്ച വന്നിരിക്കുന്ന പലാപ്പഴം പെസ്റ്റിസൈഡ് അടിക്കില്ല എന്ന് പറയുന്നത്.
അതുകൊണ്ടല്ല ബിരിയാണിയുടെ പ്രശ്നം, അത് നമ്മൾ സയന്റിഫിക്കലി പറയുന്നത്. പക്ഷെ ബിരിയാണിയുടെ പ്രശ്നം അതല്ല, അതിനാ ടേസ്റ്റ് എന്നാ ബിരിയാണി. അത് നല്ല പഴുത്തിട്ടുണ്ടായിരിക്കും മീനൂട്ടി, അത് ഭയങ്കര ടേസ്റ്റ്. ഞാൻ നീച്ച വന്നിരിക്കുന്ന പലാപ്പഴം മീനൂട്ടിയെ കൊണ്ടും MG ചേട്ടനെ കൊണ്ടും കഴിപ്പിക്കും എന്ന് പറയും. പക്ഷെ ബിരിയാണി അത് ഭയങ്കര ഫേവറേറ്റാ. ബിരിയാണിയെ പറ്റി പറയുമ്പോൾ ഞാൻ ശിവാങ്കിനെ കാണാറുണ്ടോ, കണ്ടിട്ടുണ്ടോ? ടോപ്പ് സിംഗറിലെ ചേച്ചി ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ചേച്ചി ഇങ്ങനെ ഒത്തിരി വർത്താനം പറയുന്ന ഒരാളാണ്. അതെ അതെ അതെ. റംസാൻ എന്റെ ചാച്ചൻ. ചാച്ചൻ, ഞാൻ ചാച്ചാന്നാ വിളിക്കണേ. ചാച്ചനും എന്റെ ഈ പറയുന്ന എല്ലാ ആൾക്കാരും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർ. ചാച്ചനെ ഈ പറഞ്ഞ പോലെ ഞാൻ ഓഫീസറിന്റെ സമയത്ത് ആദ്യം കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഹായ് ഹലോ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അറിഞ്ഞൂടാ ചാച്ചനെതിരെയായി ഞങ്ങളെതിരെ ഇത്രയും കൂട്ടായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എപ്പോഴും വിളിച്ച് ഏത് പാതിരാത്രിയും വിളിച്ച് ഞാൻ വഴക്കുണ്ടാക്കും ചാച്ചൻ്റെ അടുത്ത്. എനിക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട ചാച്ചനോട് വഴക്കുണ്ടാക്കാനായിട്ട്. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പം കൂടെ, ഞാൻ ഭയങ്കര ഇഷ്ടം കൂടി കഴിഞ്ഞാൽ ഞാൻ വഴക്കുണ്ടാക്കും. അത് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യത്തിനായിരിക്കും, എന്നെ വിളിച്ചില്ല പറഞ്ഞില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആളാണ്. അപ്പം ചാച്ചനാണ് ഈ പറഞ്ഞ പോലെ എനിക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാലും വാങ്ങി തരും. ചില നേരം ഞാൻ ഉച്ചയ്ക്ക് വിശക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത് തരും. അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവരൊന്നും ഞാൻ അങ്ങനെ ഫ്രണ്ട്സ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരല്ല. എനിക്ക് ഭയങ്കര എന്റെ ഫാമിലി പോലെ അടുപ്പമുള്ള ആൾക്കാരാ എല്ലാരും. ഇപ്പൊ പറഞ്ഞ എല്ലാരും അതെ. ഓക്കെ. എനിവേ ഭയങ്കര ഫൺ കോൺവെർസേഷൻ ആയിരുന്നു. ഒരാളെയും കൂടെ പറഞ്ഞു, എനിക്ക് റിമി ചേച്ചി റിമി ചേച്ചിന്റെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ടോപ്പ് സിംഗർ നിൽക്കുന്ന സമയത്ത് കഴിഞ്ഞ സീസണിലാണ് റിമി ചേച്ചി വരുന്നത്. എനിക്ക് ഇത്രയും ഫേവറേറ്റ് ആയിരിക്കും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല റിമി ചേച്ചി. എന്ന് വെച്ചാൽ ബാക്കി എല്ലാവരോടും ഞാൻ അത്രയും വർഷം കണ്ടു പരിചയമുണ്ട്. MG അങ്കിൾ, MJ അങ്കിൾ, മധു അങ്കിൾ, ബിന്നി ആൻറ്റി ചോദിച്ച എല്ലാവരുമായിട്ട് നമ്മൾ അത്രയും വർഷം കണ്ടുവരും. പക്ഷെ റിമി ചേച്ചി ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. പക്ഷെ ഇവരെ പോലെ തന്നെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ആളാണ് റിമി ചേച്ചി. ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും ഇപ്പോഴും ഞാൻ എപ്പോ വിളിച്ചാലും റിമി ചേച്ചി ഭയങ്കര ഓക്കെ. എനിക്ക് എന്താ വേണ്ടിട്ട് എന്തെങ്കിലും വേണോ അങ്ങനെ ചോദിക്കും. അങ്ങനെ എടുത്ത് അപ്പൊ അങ്ങനെ ചോദിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് എന്താവശ്യം മറ്റേ ബാഗ് ഗിഫ്റ്റ് ഗിഫ്റ്റ് തരാത്ത സാധനം എല്ലാം ഗിഫ്റ്റ് തരും. എന്ത് ചോദിച്ചാലും നമ്മൾ അറിയില്ല ഒരു കുഴപ്പമില്ലാണ്ട് വാങ്ങി തരും. ബാഗ് എല്ലാ സാധനവും എനിക്ക് ഓണക്കോടി എടുത്തു തരും, വിഷു കൈനീട്ടം എല്ലാം. റിമി ചേച്ചി വാങ്ങി തരാത്ത സാധനങ്ങൾ വളരെ കുറവാണ്. എന്ത് വേണമെന്ന് പറഞ്ഞാലും ഇപ്പൊ ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ വേണമെന്ന് പറഞ്ഞാലും റിമി ചേച്ചി അതിന് ഓക്കെ അതിനോട്ട് ഞാൻ വാങ്ങി തരാലോ, ഞാനേ കൊടുത്തു വിടാലോ അങ്ങനെ പറയുന്ന ആളാണ് റിമി ചേച്ചി. എന്താണേലും എല്ലാവരുടെയും ഒരു പെറ്റായിട്ടാണ് മീനാക്ഷി പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മനഃപൂർവ്വം അങ്ങനെ ആവുന്ന നിങ്ങൾ വേറെ എങ്ങോട്ടും പോകാൻ പാടില്ല. ഓക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മളൊരു എത്ര നേരം പോയത് അറിഞ്ഞില്ല. അതെ. അപ്പോ മീനാക്ഷിക്ക് എന്തായാലും ഉയരങ്ങളിൽ എത്താൻ പറ്റട്ടെ. നല്ലൊരു നായികയായിട്ട് നാളെ നല്ലൊരു നടിയായിട്ട് കാണാൻ പറ്റട്ടെ. താങ്ക് യു ചേച്ചി. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു ചേച്ചിയുടെയും. 15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതൂസ് സ്റ്റഡി അബ്രോഡ്.